വെൽക്കം ബാക്ക് ടു റാഡിഫൈ. ഈ വീട്ടിൽ എനിക്ക് സംസാരിക്കാനുള്ളത് ഡി ജെ ഉടനെ ലോഞ്ച് ചെയ്യുമ്പോൾ, അതായത് ജൂലൈ 31 ലോഞ്ച് ചെയ്യാൻ പോകുന്ന 2 പ്രോഡക്റ്റ്സിനെ പറ്റിയാണ്. അതിലൊന്നെന്ന് പറയുന്നത് ഡി ജെയുടെ 360 ക്യാമറയാണ്, അതായത് ഡി ജെ 360 ക്യാമറ. അവരാദ്യമായിട്ട് ഇറക്കുന്ന 360 ക്യാമറയാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹൈപ്പും ഭയങ്കര കൂടുതലാണ്. സ്പെക് വൈസ് നോക്കുമ്പോൾ അത് Insta360 X5 ഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറ തന്നെയായിരിക്കും. റെസൊല്യൂഷൻ പിക്സൽ സെൻസ് നോക്കുമ്പോഴും എല്ലാം നോക്കുമ്പോഴും സെൻസർ വൈസ് അത് 1 ഇഞ്ച് സെൻസറാണെന്നാണ് പറയപ്പെടുന്നത്. X5 ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള നൈറ്റ് വീഡിയോസ് ബെറ്റർ ആവുമെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ X5 കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നൈറ്റ് വീഡിയോസ് എന്ന് വിശ്വസിക്കാം. പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് 10 ബിറ്റ് വീഡിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്, ഡീലോഗ് റെക്കോർഡിംഗ് വരുന്നുണ്ട്, അതുപോലെ കളർ ഗ്രേഡിംഗ് ബെറ്റർ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് നൈറ്റ് വീഡിയോസും അത് ബെറ്റർ ആയിരിക്കും. അതല്ലാതെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള മാറ്റം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഡി ജെ അത് ലോഞ്ച് ചെയ്തിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം വരുന്നതെല്ലാം ഒരു ഹൈപ്ഡ് PR വർക്ക്സ് ആയിരിക്കും, സോ അതിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ മൈക്ക് സപ്പോർട്ട്, ഞാൻ എപ്പോഴും പറയാം ഡി ജെ പ്രൊഡക്ഷൻ്റെ മൈക്ക് സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. ബട്ട് ഇതിലൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡി ജെ മൈക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മൈക്ക് കൊണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കാൻ സമയം. കാരണം എന്ന് വെച്ചാൽ ഡി ജെയുടെ പുതിയ പ്രൊഡക്റ്റിലൊന്നിലും ഡി ജെയുടെ മൈക്കോൺ സപ്പോർട്ട് വരാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിലും ഡി ജെയുടെ മൈക്കോൺ സപ്പോർട്ട് ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റിനെ പറ്റി പറയാം, ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ മാസം 31 അടുത്തൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ആവുന്നുണ്ട്, ഡി ജെയുടെ മൈക്ക് 3. മൈക്ക് 3നെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഡി ജെ മൈക്ക് 2ൻ്റെ ഒരു പ്രോപ്പർ സക്സസർ എന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു സാധനം തന്നെയായിരിക്കും. ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ബട്ട് ഡിസൈൻ വൈസും വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡി ജെ മൈക്ക് 2ൽ ഒരുപാട് പോസിറ്റീവ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് പ്രത്യേകിച്ച് കണ്ടുപിടിച്ച് പറയാൻ പാടാണ്. എങ്കിലും ഞാൻ ആ വീഡിയോസ് കണ്ടതിന് ശേഷവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോസ് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ക്യാമറ ഒരു മൈക്കിൻ്റെ അകത്ത് ലാവിയർ സപ്പോർട്ടില്ല. അതായത് നമുക്ക് ലാവിയർ മൈക്ക് കണക്ട് ചെയ്തിട്ട് ആ ഒരു മൈക്കിനെ റെക്കോർഡറായിട്ട് യൂസ് ചെയ്യാനുള്ള സപ്പോർട്ട് ഇപ്രാവശ്യം ഡി ജെ മൈക്ക് 3 കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പലർക്കും ഇപ്പോൾ അതറിയില്ലെങ്കിലും വാങ്ങിച്ചതിന് ശേഷം അത് മനസ്സിലായിക്കോളും. ഡി ജെ മൈക്ക് 2ൻ്റെ ഏറ്റവും പോസിറ്റീവ് സൈഡായിരുന്നത് ഇപ്പോൾ അതില്ല. പിന്നെ ഇൻറ്റേർണൽ റെക്കോർഡിംഗ് ഉറപ്പായിട്ടുണ്ടാവും, അതൊക്കെ ഉണ്ടെങ്കിലും പിന്നെ X5 വെച്ച് കമ്പയർ ചെയ്യുന്നിടത്ത് 360 ഇൻറ്റേർണൽ റെക്കോർഡിംഗ് ഉണ്ട്, അത് മെമ്മറി ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ടാവും. അത് ഒരു പോസിറ്റീവ് സൈഡായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് മൈക്കിനെ പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലാവിയർ സപ്പോർട്ടില്ല എന്നൊരു നെഗറ്റീവ് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ മൈക്ക് 2 വാങ്ങിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, കാരണം ഉറപ്പായിട്ട് മൈക്ക് 3 ഇറങ്ങുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, GoPro ഒരു 360 ക്യാമറ കൊണ്ട് ഉടനെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഒരു 360 ക്യാമറ വാങ്ങിക്കാൻ ഇന്ന് മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യുന്നവർക്ക് അവർക്കൊരു നല്ല സമയമാണോ കഷ്ടകാലമാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം നേരത്തെ ഒരു ഓപ്ഷനേ ഉള്ളായിരുന്നു, സോ Insta360 മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഒരുപാട് ഓപ്ഷൻസ് വരുമ്പോൾ കൺഫ്യൂഷൻസിൻ്റെയും കമ്പാരിസൺസിൻ്റെയും ഒക്കെ സമയമാണ്. സോ നമുക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടാമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടാമെന്ന് വിശ്വാസത്തോടെ യാത്ര പറയുന്നു. അപ്പോൾ ശരി.